ആണവ കരാറിൽ ധാരണയിലെത്താൻ ഇറാൻ മുന്നിൽ സമയപരിധി നിശ്ചയിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 10 മുതൽ 15 ദിവസം വരെയാണ് അദ്ദേഹം അനുവദിച്ച് നൽകിയിരിക്കുന്ന സമയപരിധി. ഇൻ കേസ് കരാറിലെങ്ങാനും എത്താൻ ഇറാൻ പരാജയപ്പെട്ടാൽ വളരെ മോശം കാര്യം സംഭവിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ അന്ത്യശ്വാസനം. യുദ്ധം ആരംഭിക്കില്ലെന്നും അമേരിക്ക ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ട്രംപിൻ്റെ പുതിയ വിശേഷവുമായി നമുക്കൊപ്പം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ലോകത്തെല്ലാം അന്ത്യശാസനം കൊടുക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഒരു ദൈനംദിന കാര്യമായി മാറിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഈ ആണവ കരാർ സംബന്ധിച്ചുള്ള തർക്കം പരിഹരിക്കുവാൻ ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്നതിനായിട്ട് ഒരു പരിമിതമായ സൈനിക ആക്രമണത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധം ഒഴിവാക്കിക്കൊണ്ട് ഇറാന്റെ ചില സൈനിക കേന്ദ്രങ്ങളെയോ അല്ലെങ്കിൽ അവിടുത്തെ സർക്കാർ സ്ഥാപനങ്ങളെയോ മാത്രം കേന്ദ്രീകരിച്ചായിരിക്കും ഈ ഫസ്റ്റ് സ്റ്റേജ് ആക്രമണം. വൈറ്റ് ഹൗസ് ഇതിന് അനുമതി നൽകിയാൽ ഒരുപക്ഷെ ഈ വാരാന്ത്യം അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആക്രമണം ഉണ്ടായേക്കാം എന്നുള്ള റിപ്പോർട്ടുകളും വാഷിംഗ്ടണിൽ നിന്ന് വരുന്നുണ്ട്. ഒരു വലിയ യുദ്ധത്തിന് തുടക്കമിടാതെ തന്നെ ഇറാനെ ചർച്ചാ മേശയിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരിക എന്നതാണ് ഈ ലിമിറ്റഡ് സ്ട്രൈക്ക് വഴി അമേരിക്കയും ട്രംപും ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ട ആക്രമണത്തിന് ശേഷം ഇറാൻ വഴങ്ങുന്നില്ലെങ്കിൽ വലിയ തോതിലുള്ള ആക്രമണവും ഒരുപക്ഷെ അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കുവാനും ട്രംപ് ശ്രമിച്ചേക്കും എന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. ഇറാനുമായിട്ടുള്ള ചർച്ചകളുടെ ഫലം അടുത്ത 10 ദിവസത്തിനുള്ളിൽ അറിയുവാൻ സാധിക്കുമെന്നാണ് ട്രംപ് ഇന്ന് രാവിലെ വാഷിംഗ്ടണിൽ നടന്ന ബോർഡ് ഓഫ് പീസ് മീറ്റിംഗിൽ വെച്ച് പറഞ്ഞത്. എന്നാൽ പിന്നീട് എയർഫോഴ്സിൽ മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 10 മുതൽ പരമാവധി 15 ദിവസം വരെ ഇതിനായി നൽകുമെന്നാണ്. എന്നാൽ ഈ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളൊക്കെ വിന്യസിച്ച് നടക്കുന്ന ഈ ഗൺബോട്ട് ഡിപ്ലോമസിക്ക് വഴങ്ങില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് ഇറാൻ ഇതിനോട് നടത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ അഹങ്കാരമായിട്ട് പറയാവുന്ന 2 വിമാനവാഹിനി കപ്പലുകൾ കടലിന്റെ അടിത്തട്ടിലേക്ക് അയക്കുവാൻ ശേഷിയുള്ള അതിമാരകമായ മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ടെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള സയ്യിദ് അലി ഖൊമേനി ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ട്രംപിന്റെ ഭീഷണികൾ ഈ പശ്ചിമ ഏഷ്യയിലെ സമാധാനം തകർക്കാനെ ഉപകരിക്കൂ എന്നും ഖൊമേനി വ്യക്തമാക്കി. എസ്കേൻ, ഇത് മാത്രമല്ല, ഐക്യരാഷ്ട്ര സഭയിലേക്കും ഇറാൻ ഒരു കത്തയച്ചിരിക്കുകയാണ്. ഒരു യുദ്ധത്തിന് താല്പര്യപ്പെടുന്നില്ല, എന്നാൽ രാജ്യത്തിന് നേരെ ഒരു സൈനിക നീക്കം ഉണ്ടായാൽ കൃത്യമായിട്ട് തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഐക്യരാഷ്ട്ര സഭയുടെ ചാർട്ടർ ആർട്ടിക്കിൾ 51 പ്രകാരം ഒരു രാജ്യത്തിന്റെ ഡിഫൻസിനുള്ള അവകാശമാണ് ഇതുവഴി തങ്ങൾ ഉപയോഗിക്കുക എന്നാണ് ഇറാൻ ഇപ്പോൾ ഐക്യരാഷ്ട്ര സഭയെ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കർ. എന്തായാലും ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ. ഇറാന്റെ മേളിൽ, ഇറാന്റെ ആകാശത്ത് അമേരിക്കൻ വാർ പ്ലെയിനുകൾ, യുദ്ധപ്ലെയിനുകൾ പറക്കാതിരിക്കട്ടെ എന്ന് കൂടി നമുക്ക് ആഗ്രഹിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.